അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ റാഗി വെച്ചിട്ട് ആണിത് ചെയ്യുന്നത്. നോമ്പ് നോൽക്കണ കുട്ടികൾക്കൊക്കെ എന്തായാലും നോമ്പ് തുറന്നതിന് ശേഷം ഒരു ഗ്ലാസ് നിർബന്ധമായിട്ട് നമ്മൾ കുടിപ്പിക്കണം. എന്നാലേ അവരെ ക്ഷീണമൊക്കെ മാറുള്ളൂ. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ശരീരത്തിന് ഏൽക്കാതിരിക്കണമെങ്കിൽ ഇതെന്നും ഓരോ ഗ്ലാസ് നമ്മൾ കുട്ടികളെ നിർബന്ധമായിട്ടും കുടിപ്പിക്കണം കേട്ടോ. ഇത് രാവിലെയാണ് ഇത് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ഇത് വൈകുന്നേരം എടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഉണ്ടാകരുത് കേട്ടോ. അതിൻ്റെ ഒപ്പം കുറച്ച് താന്നാലും കുഴപ്പമില്ല, നല്ലോണം നല്ല അരഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നിങ്ങനെ കളിച്ച് കിടക്കും അരയാതെ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് വെള്ളം ചേർക്കണം നമ്മൾ. ഞാൻ ഇതിലേക്ക് പച്ചവെള്ളമാണ് കേട്ടോ ചേർത്തത്. പച്ചവെള്ളം ചേർക്കുമ്പോൾ പാല് പോലെ മേലെ പൊന്തി വരും, അടിയിൽ ചണ്ടി നിൽക്കും. അപ്പോൾ ആ പാലും വെള്ളം മാത്രം ഊറ്റിയെടുത്തിട്ട് ചണ്ടി എടുക്കാതെ വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വീണ്ടും അത് വെള്ള കളറിൽ പൊന്തി വരും. ചണ്ടി അടിയിൽ തന്നെ ഊറി നിന്നോളും. ചണ്ടി ഉണ്ടായ കുട്ടികളൊന്നും കുടിക്കൂല കേട്ടോ. അവർക്ക് ഒരു ദൈകാരം നാവിലിങ്ങനെ മണൽ പോലെ. അപ്പോൾ ഇങ്ങനെ പാല് മാത്രം എടുത്ത് അരച്ച് കണ്ട് ഉണ്ടാക്കിയാൽ കുട്ടികളൊക്കെ കുടിച്ചോളും. ഇനി നമ്മൾ ഇതിൻ്റെ ചണ്ടിയൊക്കെ എടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്കതിന് മുഴുവനായിട്ടും എടുക്കാൻ പറ്റും. ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കണം, എന്നാലേ ചണ്ടി ഫുള്ള് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, പാല് പോലെ കുറച്ച് അയഞ്ഞ രൂപത്തിലായിരിക്കും, എന്നാലും അത് കുറുക്കി വരുമ്പോൾ നല്ല കുറുന്നനെയായി കിട്ടും. എത്ര അരിച്ചാലും അതിൽ പിന്നെയും അതിൻ്റെ ചണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും അരിച്ചെടുക്കുകയാണ്. ഇവിടെ കുട്ടികൾ അതിൻ്റെ ചണ്ടി വെട്ടാൻ കുടിക്കൂല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇനി ഞാൻ ചെറിയ അരിപ്പെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായിട്ട് അത് കരിയും. അതുകൊണ്ട് വെച്ച ഉടനെ തന്നെ ഒന്ന് തിളച്ച് കിട്ടുവോളം നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇളക്കലെത്തുന്ന രൂപത്തിൽ ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. കണ്ടോ, കളറ് മാറി. ഇത് തിളക്കാനായിട്ടുണ്ട്, കുറുന്നനായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല വെള്ളം പോലെയായിരുന്നു, ഇപ്പം അത്യാവശ്യം കുറുന്നനെയായിട്ടുണ്ട്. തിളക്കുമ്പോഴത്തേന് പെട്ടെന്ന് കുറുകി വരും. ഇപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട്. തിളക്കുമ്പോൾ ഇതിങ്ങനെ നമ്മളെ കൈമൊക്കെ ആവും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ തെറിച്ച് പോകും. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പാലും കൂടി ഒഴിക്കുമ്പോൾ നല്ല വെളുത്ത കളറിൽ കിട്ടും. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യുക കേട്ടോ.
ഇനി അതിലേക്ക് 2 ഏലക്കായ് പൊടിച്ച് ചേർക്കുകയാണ്. പണ്ട് ആവശ്യത്തിനില്ല. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഞാനിതിൽ നിന്ന് ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് കുട്ടികൾക്കിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് മാത്രമാട്ടോ ഇട്ട് കൊടുക്കണത്. ചില ആൾക്കാർ ഉള്ളി ഇട്ടൊക്കെ തൂമിക്കലുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വെറും കുട്ടികൾക്കിലേക്ക് മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക ചെയ്ത്. നമ്മൾ റവ വെച്ചിട്ടൊക്കെ തരി ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും കുട്ടികളത് കുടിപ്പിക്കുക. അപ്പോൾ അവർക്ക് പിറ്റേ ദിവസം നോമ്പ് നോൽക്കാൻ കഴിയുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.